പാലക്കാട് ജില്ലയിലെ നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ എഴുവന്തല എന്ന മനോഹരമായ ഗ്രാമം. അവിടെ തലയുയർത്തി നിൽക്കുന്നൊരു തണൽ മരമുണ്ട്. അതെ, കിഴക്കുംപറമ്പിൽ ഫാമിലി എന്ന വലിയൊരു തണൽ മരം. ധാരാളം ചില്ലകളും ശാഖകളുമായി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഈ വടവൃക്ഷത്തിന് ചുവട്ടിൽ ഇന്ന് എല്ലാ അംഗങ്ങളും ഒത്തൊരുമിച്ചു നിൽക്കുന്നു. വിവിധ താവഴികളിലായി പരന്നു കിടക്കുന്ന മുഴുവൻ അംഗങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നല്ലൊരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയിരിക്കുന്നു. അതെ, കിഴക്കുംപറമ്പിൽ കുടുംബ കൂട്ടായ്മ. കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും തറവാടിന് അടിത്തറ പാകിയ പൂർവികരെ പരിചയപ്പെടുത്താനുമാണ് മുന്നേ നടന്നവർ എന്ന ഈ ഡോക്യുമെൻ്ററി നിങ്ങളിലേക്കെത്തിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളിലെ മൺമറഞ്ഞുപോയ മഹാന്മാരെയും മഹതികളെയും അനുസ്മരിക്കുകയും കുടുംബഘടനയും ചരിത്രവും പങ്കുവെക്കുകയും വഴി പുതുതലമുറയിൽ നല്ലൊരു അവബോധം സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമെന്നതിൽ സംശയമില്ല. കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ സംജാതമാകുന്ന ഈ കലികാലത്ത് സ്നേഹം ഊട്ടിയുറപ്പിക്കാനും പരസ്പരം അടുത്തറിയാനും വേണ്ടി ഒരു മെഗാ സംഗമം 2024 ഡിസംബർ അവസാന വാരത്തിൽ നടത്തപ്പെടുന്ന വിവരം ഏവരെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. തണൽ എന്ന പേരിലുള്ള ആ മഹത്തായ സംഗമത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സ്മരണിക വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. നമുക്ക് ലഭ്യമായ രേഖകൾ പ്രകാരം പരേതരായ മർഹൂം സൈദലവി സാഹിബ്, ഹൈദർ സാഹിബ്, കുഞ്ഞുണ്ണിയാൻ സാഹിബ് തുടങ്ങിയവരായിരുന്നു നമ്മുടെ തറവാടിന് വിത്ത് പാകിയത്. പിന്നീട് അവരുടെ മക്കളും പേരമക്കളുമായി മർഹൂം മാമുഹാജി, KVM കുട്ടിഹാജി, മരക്കാർ സാഹിബ്, കുഞ്ഞാലി മുസ്ലിയാർ, കുഞ്ഞീദു സാഹിബ്, ചേക്കുട്ടി സാഹിബ് തുടങ്ങിയവരിലൂടെ കുടുംബം വിപുലമാവുകയായിരുന്നു. ചെമ്മൻകുഴിയായിരുന്നു നമ്മുടെ തറവാട് മഹല്ല്. കാലാന്തരത്തിൽ അവിടുന്ന് പിരിഞ്ഞു പോരുകയും മറ്റൊരു മഹല്ലായി കിഴക്കുംപറമ്പ് മാറുകയുമായിരുന്നു. നമ്മുടെ പൂർവികരിൽ ഭൂരിഭാഗവും ചെമ്മൻകുഴി ഖബറിസ്ഥാനിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവരുടെ പരലോക ജീവിതം റബ്ബ് സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ആമീൻ. കുടുംബത്തിൻ്റെ വിവിധ താവഴികളെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇവിടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ കുടുംബം ചെമ്മലശ്ശേരി, മലപ്പുറം ജില്ല ചെമ്മലശ്ശേരിയിൽ നിന്ന് വന്നതാണ്. ചെമ്മലശ്ശേരി അവിടുത്തെ വീട്ടും പേരൊന്നുമില്ല, അവർ പൊതുവെ ചെമ്മലശ്ശേരി എന്നായിരിക്കാം, അതിനെപ്പറ്റി അറിയില്ല. ചെമ്മലശ്ശേരി ഇന്ന് ഇവിടെ വന്നതാണ്. അവർ കുരുക്കന്മാരാണ്. നമ്മൾ കുരുക്കന്മാർ, അതിനൊക്കെ അത് കളിക്കുരുക്കന്മാർ എന്നുള്ളതും പറയുന്നുണ്ട് അതിനെ പറ്റിയിട്ട്. എന്നാൽ അവരെ പറ്റിയിട്ട് എനിക്കുള്ള അറിവ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ കുലുക്കല്ലൂർ സ്കൂളിലും നമ്മുടെ ഈ കിഴക്കുംപറമ്പ് സ്കൂളിലും അവർ വന്ന് കളിച്ചിട്ടുണ്ടെന്ന് എൻ്റെ കുട്ടിക്കാലത്ത്. എനിക്കൊരു 3 വയസ്സ് 4 വയസ്സുള്ള സമയത്ത് അവർ വന്ന് കളിച്ചിട്ടുണ്ട്. ഒരു 5 പേര്. അതിൽ എൻ്റെ ഉപ്പാടെ പേരടക്കമുള്ളവരുണ്ട് അവർ. അപ്പോൾ അവരെ പറ്റിയിട്ട് ഞാൻ എൻ്റെ വല്യമ്മാട് അതിനെപ്പറ്റി ചോദിച്ചു. എന്താ പേര് നമ്മുടെ വീട്ടിൽ വന്നിട്ട് വെച്ച് തിന്നണം, എന്താ അതെന്ന് ഞാൻ ചോദിക്കാനുണ്ടായിട്ടുണ്ട് അവരോട്. വല്യമ്മാട്, നമ്മുടെ വീട്ടിലെ വല്യമ്മാട്. അപ്പോൾ അവർ നമ്മുടെ കുടുംബമാണ്, ഇവിടെ വല്യപ്പാടെ കുടുംബമാണ്. അപ്പോൾ അവരിവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ 5 പേരുണ്ട് ഇവിടെ സ്കൂളിൽ കളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കുലുക്കല്ലൂർ സ്കൂളിലും ഇവിടെ ഈ കുലുക്കല്ലൂർ യു പി സ്കൂളിലും കിഴക്കുംപറമ്പിൽ LP സ്കൂളിലും വന്ന് കളിച്ചു. അവിടെ നമ്മുടെ വീട്ടിൽ വന്ന് നിസ്കരിക്കുക, അവിടെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ വല്യമ്മ പറഞ്ഞത് അവർ നമ്മുടെ കുടുംബത്തിൽ മുമ്പ് ബന്ധമുള്ളതാണ്. നമ്മൾ അതിൻ്റെ മുമ്പേ അവിടെ നിന്ന് പോകുന്നതാണ്. അത് നമ്മുടെ അതായത് നമ്മുടെ വല്യപ്പാടെ ഉപ്പ വന്നിരിക്കുന്നത് സൈദാലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, സൈദാലി. അപ്പോൾ അങ്ങനെ വന്നു. അപ്പോൾ അവരെ എനിക്ക് പരിചയം. എനിക്കൊരു 3 വയസ്സായപ്പോഴാണ് ഇവിടുത്തെ വല്യപ്പ കുഞ്ഞമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞങ്ങളുടെ വല്യപ്പാടെ പേര് കുഞ്ഞമ്മദ് എന്നാണ്. അവർക്ക് 8 മക്കളുണ്ട്.
4 പെണ്ണും 4 ആണും ഉണ്ടായിരുന്നു. അതിൽ പിന്നെ അതിൻ്റെ നടുവിലുള്ള ആളുടെ മകനാണ് എൻ്റെ പാപ്പാടെ പേര് മാമു എന്നാണ്. മാമു അവരുടെ ഈ കളിക്കാരിലും ഉണ്ടായിരുന്നു ഒരു മാമു കുരുക്കൾ എന്ന് പറഞ്ഞിട്ട് ഒരാൾ അതിലും ഉണ്ടായിരുന്നു. പിന്നെ അവരെ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ കണ്ട ആ വ്യക്തമായ ഓർമ്മകളൊന്നും ഇല്ല. എന്തൊക്കെ അവരുടെ രൂപം അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കാണല്. അപ്പോൾ അതൊക്കെ അത് ചോദിച്ചിട്ടാണ് മനസ്സിലായത്. അങ്ങനെയാണ് ഞങ്ങളുടെ തറവാട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ അതിനോട് ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബത്തിൻ്റെ വേറെ കുടുംബത്തിൽ ബന്ധപ്പെട്ടവരൊക്കെ കിടക്കുന്നവരുണ്ട്. നമ്മുടെ കുടുംബത്തിലും കുറേ ആൾക്കാരുണ്ട്, വലുതും ചെറുതൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യം നമ്മളെ ഉപ്പാക്ക് കുഞ്ഞമ്മദിക്കാക്ക് പിന്നെ കുഞ്ഞമ്മദിക്ക, കുട്ടിക്ക, കുഞ്ഞീദീനിക്ക ഇങ്ങനെ മൂന്ന് ആൺമക്കളും 2 പെൺമക്കളും ഉണ്ടായിരുന്നത്. അത് ഈ പിന്നെ കുഞ്ഞമ്മദിക്കാക്കല്ല, കുഞ്ഞമ്മദിക്കാളിപ്പോൾ സൈതാലിക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ 2 ആണും 3 ആണും 2 പെണ്ണും ഉണ്ടായിരുന്നു മക്കൾ കുഞ്ഞമ്മദിക്കാർക്ക്. മറ്റ് പിന്നെ അവർക്കല്ലേ നമ്മുടെ അതിൽ ഒന്നിൻ്റെ പേര് കുഞ്ഞമ്മദ്, അത് ഞമ്മളപ്പാവ. പിന്നെ ചേക്കുട്ടി, പിന്നെ കുഞ്ഞീതി ആണുങ്ങൾ. പിന്നെ പെണ്ണുങ്ങളുടെ പേര് ഇപ്പം എനിക്ക് പെട്ടെന്ന് കിട്ടില്ല. പിന്നെ അതിൽ വേണമെങ്കിൽ പിന്നെ ചേർക്ക് എന്തെങ്കിലും ചെയ്യാം. പെട്ടെന്ന് കിട്ടുന്നില്ല, ഇവിടെ എഴുതി വെച്ചതുണ്ട് അത്. അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. ചേർക്കുന്നത് അതിൻ്റെ കുടുംബമാണ് താഴത്തുള്ളത്. ഒന്ന് പിന്നെ അനീപ്പാക്കാടെ കുടുംബവും ഒന്ന് ചേർക്കിൻ്റെ കുടുംബവും അതിൽ ബന്ധപ്പെട്ടവരാണ്. അവരുടെ അമ്മായി, അവരുടെ വല്യമ്മ നമ്മുടെ അമ്മായിയാണ്. അങ്ങനെ അവരേറ്റ കുടുംബം, അവരേറ്റുള്ള കുടുംബം. അപ്പോൾ ഇതിൽ നമുക്കുള്ളത് 4 ആണുങ്ങളും 4 പെണ്ണുങ്ങളും വരുന്നു. കുഞ്ഞമ്മദിക്കാടെ മക്കൾ. അതിലത്തെ 4 ആണിലത്തെ ഒരാൾ നാട് വിട്ടു പോയി, പിന്നെ ഒരാൾ മരിച്ചു. പിന്നെ 2 ആളുണ്ടായിരുന്നു. 2 ആളിൽ ഒന്ന് എൻ്റെ വാപ്പയും ഒന്ന് എൻ്റെ എളാപ്പിയായിരുന്നു. ഇവിടെ അവരുടെ കുടുംബം ഇപ്പോൾ ഇവിടെ ഉള്ളു. നമ്മുടെ കുഞ്ഞമ്മദിക്കാടെ കുടുംബം ഇതാണ്. പിന്നെ തൊട്ട വീട്ടുകാർ കുഞ്ഞീതിനിക്ക, പിന്നെ കുറച്ച് അങ്ങേ ചേക്കുട്ടി അവരുടെ കുടുംബത്തിലും കുറേ ആൾക്കാരും ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയ കുടുംബമാണ്, തെറ്റില്ലാത്തത്. പിന്നെ ബാക്കിയുള്ളവരുടെ പേരിലൊക്കെ അറിയാം. അതിപ്പോൾ ഇതിൽ ചേർക്കേണ്ട ഇപ്പം ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാൻ വർത്തമാനം പറയുന്നത് ഞാൻ മാമുവിൻ്റെ മകനാണ്. മാമു എനിക്ക് ഒരു അനുജനും 2 പെങ്ങന്മാരും ഉള്ളത്. 2 ഒരു അനുജൻ്റെ പേര് ഹംസ എന്നാണ്. ഇപ്പം 2 പെങ്ങന്മാരുണ്ട്. പെങ്ങന്മാരെയൊക്കെ കെട്ടിച്ചു കൊടുത്തു. ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു, ഒരാളെ ബാക്കിയുള്ളൂ. പിന്നെ ഹംസ മരണപ്പെട്ടിരിക്കുന്നു. അവൻ 19 കൊല്ലമായി മരിച്ചിട്ട്. ഇതാണ് അവൻ ഗൾഫിലായിരുന്നു. അൽക്കോബറിലൊക്കെ പോയത്. അൽക്കോബറിൽ അന്ന് ഒന്നുമില്ല. അനുജൻ അവന് പിന്നെ അറബി കോളേജിൽ പഠിച്ചതിൻ്റെ കുറച്ച് വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് അതൊക്കെ പാടെ വെച്ച് അവിടെ പോയിട്ട് വായനശാല പോലും അവൻ അവിടെ ചെന്നിട്ട് തുടങ്ങിയത്. ഹംസ എന്നാണ് ഹംസ എന്നാണ് അവൻ്റെ ഇത്. അൽക്കോബർ ദമാമിലേക്ക് പോയിട്ടില്ല, അൽക്കോബറിലാണ്. അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ അവിടെ 3-4 കൊല്ലേ അവൻ നിന്നോളൂ. അപ്പോഴേക്ക് അറാംകോ കമ്പനിയിൽ നിന്ന് എൻ്റെ ശമ്പളം കുറച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ അവൻ പോരുണ്ടായത്. ഇവിടെ വന്നിട്ട് ഒരു വണ്ടി എടുത്തിട്ട് ഇവിടെ കുറച്ചുണ്ടായി. അത് പറയാം. അതിൻ്റെ ഇടയിൽ അവൻ വന്നതിന് ശേഷം പിന്നെ വീണ്ടും പോയി ഒമാനിലേക്ക് വീണ്ടും പോയി അവിടെ പോയിട്ട് അധികം 2-3 കൊല്ലം 4 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് പെട്ടെന്ന് അവൻ അറ്റാക്കായിട്ട് അവിടെ മരണപ്പെട്ടു. അതിനെ പുറത്തു പോയിക്കോട്ടെ. അവരുടെ 3 കുട്ടികളും പിന്നെ കുടുംബം എൻ്റെ അടുത്ത് ഇവിടെ തന്നെ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ അവരിപ്പോൾ പിന്നെ 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയായിട്ടുള്ളത്. എൻ്റെ കുടുംബത്തിനെ പറ്റിയിട്ട് ഒരു വർത്തമാനം. ഇപ്പോൾ എനിക്ക് 10 മക്കളാണ്. 8 ആണും 2 പെണ്ണും. അവരുടെയൊക്കെ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞു. ഒക്കെ ഇതായി ഓരോരുത്തരും ഓരോ ഭാഗങ്ങളിലാണ്. പ്രസ്ഥാനത്തിനോട് ബന്ധപ്പെട്ടിട്ടൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്. അൽക്കാനാദിൻ വരെ ഇവിടെ ഉണ്ട്.
അതല്ല വിഷയം പറയുന്നത്. ഞാൻ എൻ്റെ ഉപ്പാനെ പറ്റിയിട്ട് ഒരു 2 വാക്ക് കൂടി ആ വിഷയത്തോട് ബന്ധപ്പെട്ട് പറയുകയാണ്. എൻ്റെ ഉപ്പ ബോംബെയിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് എൻ്റെ കൂടെ താമസിച്ച് അങ്ങനെ വന്ന് വീണ്ടും ഉപ്പാക്ക് എന്തോ ഹജ്ജിന് പോകണം എന്നുള്ളൊരു താല്പര്യം വന്നപ്പോൾ ഇപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. 77 ഫോട്ടോ ഒക്കെ എടുത്ത് കയ്യിൽ വെച്ചിരുന്നു. ഇപ്പോൾ അതൊന്നും എനിക്ക് അങ്ങനെ പറ്റി അതിനെ പറ്റി അങ്ങനെ 77 പെട്ടെന്ന് എൻ്റെ ഉപ്പാക്ക് ഒരു അസുഖം ബാധിച്ചു. അത് 79 നവംബർ 9-ാം തീയതി വരെ അങ്ങനെ അത് നിന്നു. 9-ാം തീയതി എൻ്റെ ഉപ്പ ഇഹലോകവാസം വെടിഞ്ഞു. അപ്പോൾ അത് ആ വിഷയം നിങ്ങളെ അറിയിക്കാണ്. 79 നവംബർ മാസത്തിലാണ് ചുരുക്കി വർത്തമാനം പറയുന്നത്. അതിൻ്റെ ഉണ്ടായത്. ഇപ്പം മക്കളും ബാക്കിയുള്ളവരൊക്കെ കുടുംബമായിട്ട് സുഖമായിട്ട് ഞാൻ ഇവിടെ താമസിക്കുകയാണ്. അതിജീവനത്തിനായി പഴയ തലമുറ സഹിച്ച ത്യാഗങ്ങൾ വളരെ വലുതാണ്. ജീവിതോപാധികൾ തേടി പലരും വിവിധ ദിക്കുകളിലേക്ക് പ്രയാണം നടത്തിയിട്ടുണ്ട്. അന്നത്തെ ബോംബെയിലേക്കും പേർഷ്യയിലേക്കും ഗൾഫിലേക്കും പോയി അധ്വാനിച്ചതിൻ്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങൾ. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, കിഴക്കുംപറമ്പ് കുടുംബ സംഗമം ഈ വർഷം ഡിസംബർ 29 ഞായറാഴ്ച നമ്മുടെ കിഴക്കുംപറമ്പ് മദ്രസയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ച വിവരം നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും അറിഞ്ഞിട്ടുണ്ടാവും. കിഴക്കുംപറമ്പ് കുടുംബങ്ങളിൽ നിന്നുള്ള സ്ത്രീ പുരുഷ ഭേദമന്യേ പ്രായഭേദമന്യേ എല്ലാവരും പങ്കെടുത്ത് സഹകരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. കിഴക്കുംപറമ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്, കിഴക്കുംപറമ്പ് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ പേര് തന്നെയാണ് നമ്മളെ വീട്ടിൻ്റെയും പേര്. അതിന് കാരണം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ഒഴിഞ്ഞ ഒരു പ്രദേശം, ഒരു പറമ്പ് ആയിരുന്നു ഈ ഭാഗം. അന്ന് ഇവിടെ ജനവാസം തീരെ ഇല്ലാത്തൊരു പ്രദേശമായിരുന്നു. അക്കാലത്ത് ആദ്യമായി ഇവിടെ വന്ന വീടുകൾ വെച്ച് താമസം തുടങ്ങിയതും മറ്റും നമ്മുടെ കിഴക്കുംപറമ്പ് തറവാട്ടുകാർ തന്നെയാണ്. അതിനുശേഷമാണ് മറ്റു കുടുംബങ്ങളൊക്കെ ഇവിടെ വന്നത്. അതുകൊണ്ടാണ് ആദ്യം വന്ന വീട്ടുകാർ എന്നുള്ള നിലക്കാണ് കിഴക്കുംപറമ്പ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. നമ്മുടെ വീട്ടും പേരും സ്ഥലപ്പേരും ഒന്നാവാൻ കാരണം അതാണ്. ഉദാഹരണം, പേങ്ങാട്ടിരി, കാളപ്പറമ്പ്, ഇതെല്ലാം ഒരു വീട്ടും പേരാണ്, സ്ഥലപ്പേരല്ല. പിന്നീട് കാലാന്തരങ്ങളിൽ പിന്നെ ആ പേരിൽ തന്നെ അറിയപ്പെട്ടു എന്ന് മാത്രം. എൻ്റെ ഉപ്പാടെ പേര് മരക്കാർ എന്നാണ്, അവരുടെ ഉപ്പാടെ പേര് ഹൈദർ എന്നാണ്. അപ്പോൾ അവരാണ് ആദ്യം ഇവിടെ വന്ന് വീട് വെച്ച് താമസം തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പഴയ കാലത്ത് തന്നെ ഹൈദർക്കാട് കുടുംബം, ഹൈദർ എന്ന് അങ്ങനെ പറയാറുണ്ട് പൊതുവെ. എന്ന് വെച്ചാൽ എല്ലാ കുടുംബങ്ങളിലും, നമ്മുടെ കുടുംബങ്ങളിൽ ഓരോ വീട്ടിലും ഒരു ഹൈദറെങ്കിലും ഉണ്ടാവും, ഒരാൾക്കെങ്കിലും ഹൈദർ എന്ന് പേരിട്ടുണ്ടാവും. അപ്പോൾ ആ നിലക്കാണ് അറിയപ്പെടുന്നത്. എൻ്റെ ഉപ്പാടെ പേരാണ് ഹൈദർ എന്ന്. പിന്നെ അവരുടെ മക്കളിൽ മൂത്ത മകൻ മൂത്താപ്പ, പിന്നെ എൻ്റെ ഉപ്പാടെ താഴെ മുഹമ്മദ്, മൊയ്തീൻ, അതുപോലെ ആലിയളാപ്പ, ഉണ്ണിക്കുട്ടിയളാപ്പ എന്നിവരെ അതിൽ കൂട്ടത്തിൽ ഒരു അമ്മായിയായിട്ട് ആമിന അമ്മായി, ചെറുകൂടേക്ക് കല്യാണം കഴിച്ചുകൊണ്ടുപോയ ആമിന അമ്മായി എന്നിവരാണ്. മരക്കാർ എന്നിവരുടെ മക്കളിൽ 9 മക്കളുണ്ട്. അതിൽ ഒരു മകൾ ബീവിക്കുട്ടി മരണപ്പെട്ടിരിക്കുന്നു. ബാക്കി 8 പേരും ഇന്ന് ഹയാത്തിലുണ്ട്. അതിൽ ഏറ്റവും ചെറിയ മകനാണ് ഞാൻ. എൻ്റെ പേര് സുലൈമാൻ. മൂത്ത ജ്യേഷ്ഠൻ്റെ പേര് ഹംസ എന്നിവരാണ്. ഹംസയുടെ താഴെ ഹൈദറിൻ്റെ താഴെ ഫാത്തിമയുടെ താഴെ അതുപോലെ തന്നെ സൈദലവി, മുഹമ്മദ് കുട്ടി, ഉമ്മർ, അബൂബക്കർ, സുലൈമാൻ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കുടുംബ പരമ്പര ആ നിലക്കാണ് പോകുന്നത്. കലാരംഗം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ പഴയ കാലത്ത് ഈ കോളാമ്പി വെച്ചുള്ള മൈക്ക സെറ്റിലൂടെ ഗാനങ്ങൾ വരുന്നൊരു കാലഘട്ടമായിരുന്നല്ലോ. അക്കാലത്ത് ഈ പാട്ടുകൾ, ഗാനങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്കത് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ അതേപോലെ പാടാനും അതുപോലെ ഉള്ള ശബ്ദം, അതുപോലെ ഗാനങ്ങൾ വരാൻ എന്താണ് മാർഗം എന്നതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ച് അവസാനം എൻ്റെ ഒരു ജ്യേഷ്ഠൻ തന്നെ കൊണ്ടുപോയി മോളൂർ, നമ്മുടെ ഒരു മുഹമ്മദ് ബാബു എന്ന് പറഞ്ഞൊരു കഥാപ്രസംഗനുണ്ടായിരുന്നു.
അപ്പോൾ അദ്ദേഹത്തോട് ഈ വിവരം ചെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോയി ഏൽപ്പിച്ച് അദ്ദേഹം പറഞ്ഞെന്നാൽ ഞാൻ കൊണ്ടുപോകാൻ, ഗാനം അവതരിപ്പിക്കാൻ കൊണ്ടുപോകാൻ. അപ്പോൾ പുള്ളി ദൂരസ്ഥലങ്ങളിലാണ് കൂടുതലും പരിപാടി അവതരിപ്പിക്കൽ, കോഴിക്കോട്, കണ്ണൂർ, തലശ്ശേരി, വടകര അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക്. അപ്പോൾ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ പുള്ളി എന്നെയും കൂടെ കൊണ്ടുപോകും. അന്ന് ഈ ഗായകന്മാർ, മറ്റു ഗായകന്മാർ മൂസ എരഞ്ഞോളി, പി ആർ മുഹമ്മദ്, ഷൈലജ തുടങ്ങിയ പ്രഗത്ഭരായ ഗാനമേളയുടെ ആളുകളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ ഞാനും അങ്ങനെ കൂടി അങ്ങനെ പാടിയിട്ട് പരിചയമുണ്ട്. അതിനെ തുടർന്നപ്പോൾ എനിക്ക് സംഗീതം പഠിച്ചാൽ തിരക്കില്ല തോന്നി. ഞാൻ ബോംബെയിൽ പോയി അവിടെ സംഗീതം പഠിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം സ്വന്തമായൊരു ട്രൂപ്പ് ഉണ്ടാക്കി സ്വന്തമായി ഗാനമേള അവതരിപ്പിക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. പിന്നെ സ്വന്തമായിട്ട് ഗാനങ്ങൾ എഴുതും. അങ്ങനെ ഒരു കാലഘട്ടം ഈയിടെയായി ഇടക്കാലത്ത് വെച്ച് പിന്നെ ഈ ഗൾഫിലേക്ക് പോയി മറ്റു പ്രശ്നങ്ങളിലേക്ക് കടന്ന് പിന്നെ ഒരു 10-15 വർഷത്തെ ഒരു ഇടവേള അതിൻ്റെ ഇടയ്ക്ക് വന്നു എന്ന് മാത്രം. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഹംസ പള്ളി പ്രസിഡൻ്റായിട്ട് കുറച്ചു കാലം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു നേരെ താഴെ അനുജൻ ഹൈദർ എന്ന് പറഞ്ഞ ആ ജ്യേഷ്ഠനും പള്ളി പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മുമ്പ് നമ്മളെ ഉണ്ണിക്കുട്ടി മാസ്റ്റർ ഇവിടെ മഹല്ലയിൽ സെക്രട്ടറി എന്ന കാലത്ത് കുറച്ച് ജോയിൻറ്റ് സെക്രട്ടറിയായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ നിലക്കൊക്കെ പള്ളിയോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുടുംബം ഇന്നിപ്പോൾ ധാരാളം അംഗങ്ങളെ കൊണ്ട് സമൃദ്ധമാണ്. കാരണവന്മാരും മഹതികളും യുവതീ-യുവാക്കളും കുരുന്നുകളുമായി വളരെ വിപുലമാണ്. പുതിയ തലമുറ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് വിവിധ മേഖലകളിൽ തിളങ്ങാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ പൂർവികർ കൊണ്ടവയിലും ത്യാഗങ്ങളുമാണ് ഇതിന് ആധാരമെന്ന വസ്തുത നാം വിസ്മരിക്കുന്നില്ല. കലാകായിക രംഗത്തും ഉദ്യോഗസ്ഥ രംഗത്തും സാങ്കേതിക മേഖലകളിലും വലിയ മുന്നേറ്റം നടത്താൻ കിഴക്കുംപറമ്പിൽ ഫാമിലിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട കിഴക്കുംപറമ്പ് കുടുംബ അതിഥികളെ, നമ്മുടെ കുടുംബസംഗമം ഡിസംബർ 29 കിഴക്കുംപറമ്പിൽ ഈ ഇർഷാദുൽ അനാം മദ്രസയിൽ വെച്ച് നമ്മൾ ചേരുവാൻ ഒരു ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിന് കിഴക്കുംപറമ്പ് ഫാമിലിയിൽപ്പെട്ട എല്ലാവരും, അതിനോട് യോജിച്ച എല്ലാവരും എത്തിച്ചേരണമെന്ന് ഈ അവസരത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞാൻ കിഴക്കുംപറമ്പിൽ ഹൈദർ എന്നവരുടെ മകൻ മൊയ്തീൻ എന്നവരുടെ മകനാണ്. എൻ്റെ പേര് ഹൈദർ എന്നാണ്, അബു ഫിർദൌസ് ഹൈദർ. എൻ്റെ വാപ്പാക്ക് 4 മക്കളുണ്ടായിരുന്നു. ഒന്ന് മുഹമ്മദ് കുട്ടി, ഒന്ന് ഫാത്തിമ കുട്ടി, ഒന്ന് ഹൈദർ, ഒന്ന് അബ്ദുൽ കരീം. അങ്ങനെ 4 മക്കളുണ്ടായിരുന്നത്. വാപ്പയും ഉമ്മയും മരണപ്പെട്ടിരിക്കുന്നു. ഉമ്മയുടെ പേര് കുഞ്ഞാത്തുമ്മ എന്നായിരുന്നു. അപ്പോൾ എനിക്ക് 4 മക്കളുണ്ട്. എൻ്റെ ജ്യേഷ്ഠന് മക്കളില്ല. പെങ്ങൾക്ക് ഫാത്തിമ കുട്ടിക്ക് 4 മക്കളുണ്ട്. അനുജൻ അബ്ദുൽ കരീമിനും 4 മക്കളുണ്ട്. ഞങ്ങൾ കിഴക്കുംപറമ്പിൽ ഫാമിലിയിൽ സന്തോഷമായി കഴിയുന്നു. എല്ലാവരോടും സഹകരിച്ച് സന്തോഷത്തോടെ യോജിച്ച് നീങ്ങുന്നൊരു കുടുംബവുമാണ്. ഞാൻ നമ്മുടെ കിഴക്കുംപറമ്പ് മഹലിൽ നേരത്തെ പ്രസിഡൻ്റായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് പ്രസിഡൻ്റ് ആവുന്നതിന് മുന്നേ ഖജാൻജി സ്ഥാനം കുറച്ച് നാൾ വഹിച്ചിരുന്നു. അതിന് ശേഷമാണ് പ്രസിഡന്റ് ആയത്. പ്രസിഡൻ്റായിട്ട് കുറച്ചു കാലം നീങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ സെക്രട്ടറിയാണ്. സെക്രട്ടറി സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 4 കൊല്ലം ആവാനായി. ഈ ഡിസംബർ വന്നാൽ 4 കൊല്ലം തികയും സെക്രട്ടറി സ്ഥാനത്ത്. അങ്ങനെയൊക്കെയാണ് മഹലിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നമ്മുടെ കുടുംബസംഗമത്തിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക വിദ്യാഭ്യാസ രംഗത്തും ചലനങ്ങൾ സൃഷ്ടിക്കാൻ നമ്മുടെ ഫാമിലിക്ക് സാധിക്കുന്നുണ്ട് എന്നത് വളരെ വലിയ കാര്യം തന്നെയാണ്. മഹല്ല് സംവിധാനത്തിൽ ഇടപെടുവാനും പള്ളിയുടെയും മദ്രസയുടെയും കാര്യത്തിൽ ശ്രദ്ധ പുലർത്താനും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് കാലാകാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും പലരും വിവിധ സ്ഥാനങ്ങൾ വഹിച്ചു വളരെ ഭംഗിയായി മുന്നോട്ടു പോകുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ കിഴക്കുംപറമ്പിലും മാളുമാക്കാട് വീരാൻകുട്ടിയാണ്. അപ്പോൾ നമ്മുടെ കുടുംബസംഗമം 29 അപ്പോൾ എല്ലാവരും നേരത്തെ തന്നെ എത്തിച്ചേരുക. ഞാനുണ്ടാവും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.
ഒരുപാട് കാലം തറവാട് മഹല്ലായ ചെമ്മൻകുഴി ഖബർസ്ഥാനെയാണ് നാം ആശ്രയിച്ചിരുന്നത് എങ്കിൽ ഇന്നിപ്പോൾ നമുക്ക് സ്വന്തമായി ഖബർസ്ഥാനുണ്ട്. സമീപകാലങ്ങളിലായി മൺമറഞ്ഞുപോയ പലരും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. പല കാലഘട്ടങ്ങളിലായി ജീവിതോപാധികൾക്കും മറ്റുമായി വിവിധ സാഹചര്യങ്ങളിൽ പല പ്രദേശങ്ങളിലേക്കും മഹല്ലുകളിലേക്കും കുടിയേറിയ പലരും നമ്മുടെ കുടുംബത്തിലുണ്ട്. അങ്ങനെ വിവിധ നാടുകളിൽ സാന്നിധ്യമുള്ള ഒരു മഹാവൃക്ഷമായി ഇന്നും കിഴക്കുംപറമ്പിൽ ഫാമിലി നിലകൊള്ളുന്നു. ഞങ്ങൾ കിഴക്കുംപറമ്പിലുള്ള ആൾക്കാരാണ്. കിഴക്കുംപറമ്പിലുള്ളവരാണ്. കുഞ്ഞാലി മുല്ലാക്കയുടെ മക്കളാണ്. സ്ഥിരമായിട്ട് കിഴക്കുംപറമ്പിൽ താമസിക്കുന്ന ആൾക്കാർ. എൻ്റെ ഉപ്പാടൊപ്പമായിട്ട് ഞങ്ങൾ അവിടെ തന്നെ കിഴക്കുംപറമ്പിലുള്ള ആൾക്കാരാണ്. അവിടെ തന്നെ മഹലുമായിട്ടും എല്ലാവരും നല്ല ബന്ധമുള്ളവരാണ്. എൻ്റെ അഞ്ചൻ അവിടെ തന്നെ കിഴക്കുംപറമ്പിൽ ജുമാഅത്ത് പള്ളിയിൽ പ്രസിഡൻ്റാണ് ആയിരുന്നു. ഇപ്പോൾ വൈസ് പ്രസിഡൻ്റാണ്. അങ്ങനെയെല്ലാം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ടും ഒരുമിച്ച് കൂടുതലും അവിടെ തന്നെ ഉള്ളതും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കലും പറയലും എല്ലാം ഉള്ളതാണ്. ഇപ്പോൾ താമസിക്കുന്നത് പൊട്ടച്ചിറ എന്ന് പറയുന്നതാണ്. മോസ്കോ പൊട്ടച്ചിറയിലാണ്. 41 വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഇവിടെ മഹല്ലിലെ ആദ്യം ഇവിടെ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ വൈസ് പ്രസിഡൻ്റാണ്. ഇവിടെ മൊല്ലാക്കായിരുന്നു അവിടെ തന്നെ കിഴക്കുംപറമ്പിൽ. പിന്നീട് പുള്ളി ഒരുപാട് 10-14 കൊല്ലം ഈ ജയിലിലായിട്ട് സ്വാതന്ത്ര്യദിന സമരത്തിന് വേണ്ടിയിട്ട് പങ്കെടുത്തതിൽ അവരെ പിടിച്ചുകൊണ്ട് 10-14 കൊല്ലം ബല്ലാരി ജയിലിലായിരുന്നു അവിടെ തന്നെ. അവിടുന്ന് വന്നതിൻ്റെ പിന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേന് ഇപ്പോൾ അവർക്ക് പെൻഷനും കാര്യങ്ങളൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പെൻഷനൊക്കെ കിട്ടിയിരുന്ന ആളായിരുന്നു. ഇതിലാണ് 3 താവഴിയിലുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു താവഴിയിൽ നമുക്കങ്ങനെ അറിയില്ല. അവരെവിടെ എന്താൾ ഫുൾ അഡ്രസ്സ് പറയാനേ പറ്റില്ല. അപ്പോൾ 2 താവഴിയിലുള്ളതാണ്. ഒന്ന് എൻ്റെ കുടുംബത്തിൽപ്പെട്ട് എൻ്റെ ഉമ്മാൻ്റെ പേര് കുഞ്ഞിപ്പാത്തുമ്മ, എൻ്റെ അഞ്ചൻ്റെ പേര് സൈനുദ്ദീൻ, അതിൻ്റെ താഴെ ഖദീജ, അതിൻ്റെ താഴെ ഒന്ന് സാജുദ്ദീൻ. മറ്റൊന്നിലുള്ളതിനാണ് പൂമാത്ത എന്നുള്ള പേര്. അതിലുള്ളത് ഒന്ന് അബ്ദുള്ള കുട്ടി മരിച്ചിരിക്കുന്ന ആൾ, രണ്ടാമത് കുഞ്ഞു മുഹമ്മദ്, മൂന്നാമത് ആസ്യ, നാലാമത് അംസക്കുട്ടി. ഇങ്ങനെയുള്ള 4 മക്കൾ അതിലുണ്ട്. അതിൽ ആസിപ്പം മരിച്ചിരിക്കുന്നു. ഇപ്പോൾ അത് നിലവിൽ 2 മക്കളാണ്, അംസിൻ, കുഞ്ഞു മുഹമ്മദ്. 2 ആൺകുട്ടികളാണ്. ഒന്ന് മൻസൂർ അലി, ഒന്ന് മനാഫ് അലി. കിഴക്കുംപറമ്പിൽ സംഗമത്തിൽ ഒരു കുടുംബ സംഗമം നടക്കുന്നുണ്ട്. അതിലെല്ലാവരും ഉണ്ടാവും. ഞങ്ങളുണ്ട്. ഞങ്ങൾ ഉണ്ട്. ഡിസംബർ 29 ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. അതിൽ ഞങ്ങളെല്ലാവരും സജീവമായിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അവിടെ വെച്ചിരിച്ചാൽ നമുക്ക് നേരിടെല്ലാം ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് 100% പരിപൂർണമാണെന്ന് അവകാശപ്പെടുന്നില്ല. എങ്കിലും പരമാവധി കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ പിതാമഹന്മാരെക്കുറിച്ച് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത വിവരങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചത്. പരമാവധി 3 തലമുറ വരെയുള്ള ചരിത്രങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. അതിൽ തന്നെ ചിലരുടെ പേരുകൾ കിട്ടിയിട്ടില്ല. പേരുകൾ പറഞ്ഞതും പറയാത്തതുമായ ധാരാളം പൂർവികർ ഉൾക്കൊള്ളുന്നതായ വലിയൊരു തലമുറയാണ് നമുക്കുള്ളത്. കിഴക്കുംപറമ്പിൻ്റെ പാരമ്പര്യം അത്രമേൽ വിപുലമാണ്. ഈ വിശദീകരണത്തിൽ വല്ല പോരായ്മകളുമുണ്ടെങ്കിൽ അത് അധികൃതരെ ഉണർത്തണമെന്ന് സവിനയം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതയാത്രക്കിടയിൽ വിട പറഞ്ഞുപോയ ഒരുപാട് അംഗങ്ങളുണ്ട്. അവരുടെ ഖബർ ജീവിതം പ്രപഞ്ചനാഥനായ അല്ലാഹു സ്വർഗീയ തോപ്പാക്കി മാറ്റട്ടെയെന്ന് ദുആ ചെയ്യുന്നു. ഒപ്പം ജീവിച്ചിരിക്കുന്ന നമുക്കേവർക്കും റബ്ബ് ആയുരാരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.